ഫ്രീ ആയിട്ട് ട്രേഡിംഗ് പഠിക്കാനുള്ള വീഡിയോ സീരീസിലെ മൂന്നാമത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്സം ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്യാം എന്നുള്ളതാണ്. സോ ഈ ഒരു വീഡിയോ കഴിയുന്നതോടുകൂടിയിട്ട് നിങ്ങൾ എക്സം ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്കൊരു ബൈ ഓർഡർ പ്ലേസ് ചെയ്യാം, എന്താണ് സ്റ്റോപ്പ് ലോസ്, എന്താണ് ലെവറേജ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാം, ലെവറേജ് എങ്ങനെ സെറ്റ് ചെയ്യാം, എന്താണ് മാർജിൻ, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നതായിരിക്കും. സോ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു വീഡിയോ ആണ് ആദ്യമായിട്ട് കാണുന്നത് എന്നുണ്ടെങ്കിൽ മറക്കാതെ ഈ ഒരു വീഡിയോ സീരീസിന്റെ തുടക്കം മുതൽക്ക് തന്നെ ഈ ഒരു വീഡിയോ സീരീസ് കാണാൻ ശ്രമിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തുടക്കം മുതൽക്ക് ട്രേഡിങ്ങിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ഈ ഒരു വീഡിയോ സീരീസ് കൊണ്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഒട്ടും സമയം കളയാതെ എക്സാം ഓപ്പൺ ചെയ്ത് എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രാക്ടിക്കലി ചെയ്ത് പഠിക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എക്സാം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഹോം പേജിൽ എങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുക, നമ്മുടെ അക്കൗണ്ട് നെയിം, അതേപോലെ തന്നെ അക്കൗണ്ടിൽ എത്രയാണോ ബാലൻസ് ഉള്ളത്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാനിതിലൊരു $200 ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ടോട്ടൽ ക്യാഷ് ബാലൻസ് $200 അതേപോലെ തന്നെ എനിക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഫ്രീ മാർജിൻ $400 കാരണം എനിക്ക് എക്സാം 100% ഡെപ്പോസിറ്റ് ബോണസ് തന്നിട്ടുണ്ടായിരുന്നു. സോ നിങ്ങളിവിടെ റിയൽ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാലൻസ് കാര്യങ്ങളൊക്കെ ഇതേപോലെ കാണിക്കും. നിങ്ങളുടെ ലെവറേജ് റേഷ്യോ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡെമോ അക്കൗണ്ടും സ്റ്റാൻഡേർഡ് അക്കൗണ്ടും നമ്മുടെ റിയൽ അക്കൗണ്ടും തമ്മിൽ സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കും. സോ നമ്മൾ ട്രേഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളിവിടെ മാർക്കറ്റ്സ് രണ്ടാമത്തെ ഓപ്ഷനാണ് ചൂസ് ചെയ്യേണ്ടത്. സോ ഈ ട്രേഡിൽ മാർക്കറ്റ്സിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു സ്ക്രീന് കാണാൻ സാധിക്കും. സോ ആദ്യം തന്നെ ഈ ഒരു സ്ക്രീന് കാണുമ്പോൾ നിങ്ങൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും ഞാൻ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ ഇവിടെയും നിങ്ങൾക്ക് ടോപ്പിൽ റിയൽ അക്കൗണ്ട്, അതേപോലെ തന്നെ ഈ റിയൽ അക്കൗണ്ടിൽ നിന്നും നമുക്ക് ഡെമോ അക്കൗണ്ടിലോട്ട് സ്വിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെമോ അക്കൗണ്ടിലോട്ട് സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. സോ ഞാൻ എല്ലാ കാര്യങ്ങളും റിയൽ അക്കൗണ്ട് ഉപയോഗിച്ചിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ റിയൽ അക്കൗണ്ടും ഡെമോ അക്കൗണ്ടിലും ഉള്ള സെറ്റിങ്സ്, ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ്. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റിയൽ ആയിട്ടുള്ള ക്യാഷ് ചെറിയൊരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും റിയൽ ആയിട്ട് തന്നെ ചെയ്ത് പഠിക്കാം. ഇനി അതല്ല, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഡെമോയിൽ തന്നെ ചെയ്ത് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഡെമോ അക്കൗണ്ടിലും എല്ലാ കാര്യങ്ങളും ചെയ്ത് പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം നിങ്ങൾക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരുപാട് ഇപ്പോൾ പോപ്പുലർ എന്ന് പറഞ്ഞിട്ട് താഴെ ഒരുപാട് ഇൻഡെക്സുകൾ, അതേപോലെ തന്നെ ഗോൾഡ്, ബിറ്റ് കോയിൻ, ഇതിൻ്റെ എല്ലാം പ്രൈസ് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊന്നും കണ്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല. അതായത് ഒരുപാട് ഇപ്പോൾ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ എക്സാമ്പിൾ നമുക്ക് ഒട്ടുമിക്ക എല്ലാ മാർക്കറ്റിലും ട്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിപ്പോൾ കമ്മോഡിറ്റീസ് ആണെന്നുണ്ടെങ്കിലും സ്റ്റോക്സ് ആണെന്നുണ്ടെങ്കിലും ഡെറിവേറ്റീവ്സ്, ഇൻഡെക്സുകൾ, ക്രിപ്റ്റോ കറൻസികൾ എല്ലാത്തിലും നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ബൈ ഡിഫോൾട്ടുള്ള വാച്ച് ലിസ്റ്റുകളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സോ ഏറ്റവും പോപ്പുലറിൽ നിങ്ങൾക്ക് ഗോൾഡ്, BTC, USD, JPY കറൻസി പെയർ, യൂറോ USDയുടെ കറൻസി പെയർ, അതേപോലെ തന്നെ ബാക്കിയുള്ള US-ലുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ്, ബാക്കിയുള്ള രാജ്യങ്ങളിലുള്ള ഇൻഡെക്സ്, സിൽവറിൻ്റെ ചാർട്ട്, ഓയിലിൻ്റെ പ്രൈസ്, ഇത്തരത്തിലുള്ള എല്ലാ സംഗതികളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനി സ്പെസിഫിക് ആയിട്ട് ഓരോ അസറ്റ് ക്ലാസ് ആയിട്ട് ഫിൽട്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫോറക്സിൽ മാത്രമാണ് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ഫോറക്സ് ചൂസ് ചെയ്യാം. സ്റ്റോക്കിൻ്റെ CFDയിലാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്സ് ഇവിടെ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പോൾ ആപ്പിൾ, ടെസ്ല, NVIDIA പോലുള്ള സ്റ്റോക്കുകളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണിക്കും. അതേപോലെ തന്നെ ക്രിപ്റ്റോ കറൻസിയിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ക്രിപ്റ്റോയിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ബിറ്റ് കോയിൻ, ഇതേറിയം, XRP, സൊലാന ഇത്തരത്തിലുള്ള ടോക്കൺ കാണിക്കും. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിവിടെ ആദ്യം തന്നെ ഒരു പുതിയൊരു വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ പോപ്പുലറിൽ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ന്യൂ വാച്ച് ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പുതിയൊരു വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. സോ ഞാൻ അതിനിവിടെ കോയിൻ സാറ്റ്സ് എന്ന് പേരിടുന്നുണ്ട്. നിങ്ങൾക്ക് എന്തുവാണെന്നുണ്ടെങ്കിലും പേരിടാം. സോ ക്രിയേറ്റ് കൊടുത്താൽ വാച്ച് ലിസ്റ്റ് ഇവിടെ ക്രിയേറ്റഡ് ആവും. സോ ഇതിൽ എനിക്ക് വേണ്ട 2 ഇൻസ്ട്രുമെൻറ്റുകൾ മാത്രമാണ് അതിൽ ആഡ് ചെയ്യുന്നുള്ളൂ, ഗോൾഡും ബിറ്റ് കോയിനും. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ആഡ് ചെയ്യാം. ഇത് എന്തിനാണെന്ന് വെച്ച് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ബാക്കിയുള്ള ഓപ്ഷൻസിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ട്രേഡിംഗ് ഇൻസ്ട്രുമെൻറ്റുകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഒരുപാട് ഇൻസ്ട്രുമെൻറ്റുകളിൽ ഫോക്കസ് ചെയ്യുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലതാണ് നമ്മൾ മാക്സിമം 1-2 അല്ലെങ്കിൽ 2-3 ഇൻസ്ട്രുമെൻറ്റുകളിൽ മാത്രം ട്രേഡ് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. കാരണം നമ്മൾ ഒരുപാട് ഇൻസ്ട്രുമെൻറ്റുകളിൽ ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരുപാട് ഇൻസ്ട്രുമെൻറ്റുകളിൽ ടെക്നിക്കൽ അനാലിസിസും കാര്യങ്ങളും വാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോക്കസ് നമ്മൾ കംപ്ലീറ്റ്ലി ഡിസ്ട്രാക്റ്റഡ് ആവും. അതിനേക്കാൾ എന്തുകൊണ്ട് ബെറ്ററാണ് ഏതെങ്കിലും 1-2 അസറ്റുകളിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് അതിൽ മാത്രം അനലൈസ് ചെയ്ത് നമ്മൾ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു പ്രൈസ് ആക്ഷനും കാര്യങ്ങളെല്ലാം നമുക്ക് ഈസി ആയിട്ട്, അത് എത്രത്തോളം സമയം നമ്മളത് പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് അതിൽ ഒരു മാസ്റ്റർ ആവാനും സാധിക്കും. ഓക്കെ, അപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നതിനേക്കാളും നല്ലതാണ്
വളരെ കുറച്ച് നമ്പർ ഓഫ് അസറ്റുകളിൽ ഫോക്കസ് ചെയ്യുന്നത്. സോ നമുക്കിവിടെ ഗോൾഡിൽ ക്ലിക്ക് ചെയ്താൽ ഗോൾഡിൻ്റെ പ്രൈസ് ഇവിടെ കാണിക്കും. ഗോൾഡിൻ്റെ ചാർട്ട്, ഗോൾഡിൻ്റെ ഇപ്പോൾ നിലവിലുള്ള പ്രൈസൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. സോ ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നമ്മളെപ്പോഴും പ്രൈസ് ട്രാക്ക് ചെയ്യുന്നത് ഒരു ട്രോയ് ഔൺസിൻ്റെ പ്രൈസാണ്. സോ $4385 ഒരു ട്രോയ് ഔൺസ് ഗോൾഡിൻ്റെ പ്രൈസ്. അല്ലാതെ ഒരു പവൻ ഗോൾഡ്, ഒരു ഗ്രാം ഗോൾഡ് അങ്ങനെയല്ല നമ്മൾ ട്രാക്ക് ചെയ്യുന്നത്. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ എപ്പോഴും ഒരു ഗോൾഡിൻ്റെ ട്രോയ് ഔൺസിൻ്റെ പ്രൈസാണ് കാണിക്കുക. അതുപോലെ തന്നെ ബിറ്റ് കോയിൻ ആണെന്നുണ്ടെങ്കിൽ $63,591 ഒരു ബിറ്റ് കോയിൻ്റെ പ്രൈസ്. സോ ബിറ്റ് കോയിൻ്റെ പ്രൈസ്, അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ചാർട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. ഇനി അടുത്തതായിട്ട് നമ്മൾ ട്രേഡിങ്ങിൽ മനസ്സിലാക്കിയിരിക്കേണ്ട ഒന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് ലെവറേജ്. സോ ഫൈനാൻഷ്യൽ ടേംസിൽ ലെവറേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ കടം വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ ബ്രോക്കറിൻ്റെ കയ്യിൽ നിന്ന് ലോൺ എടുത്തിട്ട് ഒരു അസറ്റ് വാങ്ങിക്കുന്നതിനെയാണ് ലെവറേജ് യൂസ് ചെയ്തിട്ട് ബൈ ചെയ്യുക എന്ന് പറയുന്നത്. സോ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഒരു ചെറിയൊരു എമൗണ്ട് ഒരു മാർജിൻ ക്യാഷ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ബാക്കി ക്യാഷ് ബ്രോക്കർ നമുക്ക് കടമായിട്ട് തരുന്നു. ആ മൊത്തം ക്യാഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഗോൾഡ് ആണെന്നുണ്ടെങ്കിൽ ഗോൾഡ്, അല്ലെങ്കിൽ ബിറ്റ് കോയിൻ ആണെന്നുണ്ടെങ്കിൽ ബിറ്റ് കോയിൻ വാങ്ങുന്നതിനെയാണ് നമ്മൾ ലെവറേജ് യൂസ് ചെയ്തിട്ട് വാങ്ങിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നഷ്ടമാണെന്നുണ്ടെങ്കിലും ലാഭമാണെന്നുണ്ടെങ്കിലും അവിടെ ആംപ്ലിഫൈ ചെയ്യുക, മൾട്ടിപ്ലൈ ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് നോർമലി നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു അസറ്റ് വാങ്ങിക്കുന്ന സമയത്ത് 1% കൂടിയാൽ നമുക്ക് 1% പ്രോഫിറ്റ്, 1% കുറഞ്ഞാൽ നമുക്ക് 1% ലോസ്. പക്ഷെ അതേസമയം നമ്മൾ കടം വാങ്ങിച്ചിട്ട് നമ്മളത് ചെയ്യുമ്പോൾ നഷ്ടമാണെന്നുണ്ടെങ്കിലും ലാഭമാണെന്നുണ്ടെങ്കിലും അവിടെ മൾട്ടിപ്ലൈ ആവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ എക്സം അക്കൗണ്ടിൽ $400 ക്യാഷ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ $400 ഉപയോഗിച്ചിട്ട് എനിക്ക് ബിറ്റ് കോയിൻ നമ്മൾ സ്പോട്ട് മാർക്കറ്റിൽ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മുഴുവനും ബിറ്റ് കോയിൻ എൻ്റെയാണ് അല്ലേ. നമ്മളവിടെ കടം മേടിക്കുന്നില്ല, നമ്മുടെ ക്യാഷ് തന്നെയാണ്. അപ്പോൾ $400 ഈക്വലൻ്റ് ആയിട്ടുള്ള ബിറ്റ് കോയിൻ നമ്മൾ വാങ്ങിക്കുന്നു. ബിറ്റ് കോയിൻ്റെ പ്രൈസ് ഇപ്പോൾ $64,000 അത് $67,200 കൂടി 5% കൂടി എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് $20. ഇനി 5% കുറഞ്ഞാലോ നമ്മുടെ ലോസ് 5%, അതായത് $20. നമ്മുടെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 5% ആണ് അല്ലേ. അതായത് കൂടിയാലും കുറഞ്ഞാലും നമ്മുടെ ക്യാഷിനനുസരിച്ചിട്ടാണ് അവിടെ നഷ്ടമാണെന്നുണ്ടെങ്കിലും ലാഭമാണെന്നുണ്ടെങ്കിലും. ഇനി ഈ ഒരു സ്പോട്ട് ട്രേഡിങ്ങിന് പകരം നമ്മൾ ലെവറേജ് യൂസ് ചെയ്തിട്ടാണ് എന്നുണ്ടെങ്കിലോ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ 5:1 ലെവറേജ്, 5x ലെവറേജ് യൂസ് ചെയ്തു എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ കയ്യിലുള്ള 400 നമ്മൾ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ബാക്കി $1,600 നമ്മൾ ബ്രോക്കറിൻ്റെ കയ്യിൽ നിന്ന് കടം മേടിക്കുന്നു. $2,000 നമ്മൾ ബിറ്റ് കോയിൻ മേടിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ $1,600 ബ്രോക്കർ നമുക്ക് കടം തന്നിട്ടുള്ള പൈസയാണ് അല്ലേ. അപ്പം നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിലും ലോസ് ആണെന്നുണ്ടെങ്കിലും 5 ഇരട്ടിയായിട്ട് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സിനാരിയോയിലോ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ് കോയിൻ്റെ പ്രൈസ് ഒരു 5% കൂടി എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് $100 ആണ് അല്ലേ. അതായത് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 25% ആണ്. നമ്മൾ $400 യൂസ് ചെയ്തിട്ട് നമ്മൾ $100 പ്രോഫിറ്റ് ഉണ്ടാക്കി. ബിറ്റ് കോയിൻ്റെ പ്രൈസ് കൂടിയത് അതേ 5% തന്നെയാണ്. പക്ഷേ 5x മാർജിൻ, നമ്മൾ $1,600 കടം വാങ്ങിയിട്ട് $2,000 ബിറ്റ് കോയിൻ മേടിച്ചപ്പോൾ ബിറ്റ് കോയിൻ്റെ പ്രൈസ് 5% കൂടിയപ്പോൾ നമുക്ക് $100 പ്രോഫിറ്റ് കിട്ടി. നമ്മുടെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ 25%. ഇതേപോലെ തന്നെ ബിറ്റ് കോയിൻ്റെ പ്രൈസ് കുറഞ്ഞാലോ നേരെ ഓപ്പോസിറ്റും സംഭവിക്കാം അല്ലേ. അപ്പോൾ ലോസ് ആവുന്ന സമയത്ത് $100 കുറഞ്ഞപ്പോൾ നമ്മുടെ ടോട്ടൽ ലോസ് എന്ന് പറയുന്നത് 25%. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ 25% ആണ്. അതായത് നമ്മുടെ ക്യാപിറ്റൽ $400 നിന്നും 300 കുറയും. ഇനി ഇതേ സമയം നമ്മൾ 10:1 ലെവറേജ്, അതായത് 10x ലെവറേജിലാണ് നമ്മൾ ബിറ്റ് കോയിൻ മേടിച്ചത് എന്നുണ്ടെങ്കിലോ നമ്മുടെ കയ്യിലുള്ള $400 നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തു. ബാക്കി $3,600 നമ്മൾ ബ്രോക്കറിൻ്റെ കയ്യിൽ നിന്ന് കടം മേടിച്ചു. അങ്ങനെ 10:1 ലെവറേജിലാണ് നമ്മൾ ബിറ്റ് കോയിൻ വാങ്ങിയത് എന്നുണ്ടെങ്കിൽ നമുക്ക് $4,000 ഈക്വലൻ്റ് ആയിട്ടുള്ള ബിറ്റ് കോയിൻ മേടിക്കാൻ സാധിക്കും. സോ ബിറ്റ് കോയിൻ്റെ പ്രൈസ് ഒരു 5% കൂടി എന്നുണ്ടെങ്കിൽ നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ് $200 ആയിട്ട് കിട്ടും. അതായത് $400 ഉള്ളത് $600 എത്തും. ഓക്കെ, അതായത് നമ്മൾ ടോട്ടൽ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എത്രയാണ്? 50%. നമ്മൾ $400 ഉപയോഗിച്ചിട്ട് $200 ഉണ്ടാക്കി. അപ്പോൾ ടോട്ടൽ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ 50%. ഇതേപോലെ ഇനി ബിറ്റ് കോയിൻ്റെ പ്രൈസ് താഴോട്ട് 5% കുറഞ്ഞാലോ $200 നമുക്ക് ലോസ് ആവും. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ 50%. നമ്മുടെ ക്യാപിറ്റൽ $400 നിന്നും $200 ആയിട്ട് കുറയും. അപ്പോൾ നമ്മൾ സ്പോട്ടിൽ നമ്മൾ വാങ്ങിക്കുന്നതും നമ്മൾ ലെവറേജ് യൂസ് ചെയ്തിട്ട് വാങ്ങിക്കുന്നതും എത്രമാത്രം ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ബിറ്റ് കോയിൻ്റെ പ്രൈസ് ചെറുതായിട്ടൊന്ന് കൂടിയാലും കുറഞ്ഞാലും നമ്മുടെ പ്രോഫിറ്റിലും നഷ്ടത്തിലും ഭയങ്കരമായിട്ടുള്ള മാറ്റം ഉണ്ടാവും. ഈ ഒരു കാരണം കൊണ്ടാണ് കൂടുതൽ ആളുകൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് കുറച്ച് ക്യാഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളത് കാരണം കൊണ്ടാണ് കൂടുതൽ ആളുകൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ലെവറേജ്? ലെവറേജിൻ്റെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു.
ഇനി നമുക്ക് എക്സമിൻ്റെ പ്ലാറ്റ്ഫോമിൽ നമുക്ക് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. എക്സമിൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ബിറ്റ് കോയിൻ മേടിക്കാനുള്ള ഓപ്ഷൻ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതായത് ബൈ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, സെല്ല് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ സെല്ല് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ തൊട്ട് താഴെ തന്നെ ക്വാണ്ടിറ്റി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഒരു ടോക്കൺ എന്ന് പറയുന്നത് ഒരു ബിറ്റ് കോയിൻ ആണ്. സോ ഒരു ബിറ്റ് കോയിൻ അല്ലെങ്കിൽ 0.01 ബിറ്റ് കോയിൻ 0.05 ബിറ്റ് കോയിൻ അങ്ങനെയൊക്കെ നമുക്ക് മേടിക്കാൻ സാധിക്കും. നമ്മുടെ അക്കൗണ്ടിലുള്ള മാർജിൻ അനുസരിച്ചിട്ട് ക്യാഷിനനുസരിച്ചിട്ട് നമുക്ക് എത്രയാണോ എമൗണ്ട് വേണ്ടത് അത് നമുക്ക് മേടിക്കാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യാൻ. ഓക്കെ, സോ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ഒരു ടോക്കൺ എന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് യു ഡോണ്ട് ഹാവ് ഇനഫ് മാർജിൻ ടു പ്ലേസ് ദിസ് ഓർഡർ എന്ന് കാണിക്കുന്നുണ്ട്. കാരണം നമ്മുടെ അക്കൗണ്ടിലുള്ള ബാലൻസ് വളരെ കുറവാണ്. എൻ്റെ റിയൽ അക്കൗണ്ടിൽ ആകെ $400 ബാലൻസ് ഉള്ളൂ. അത് മാത്രമല്ല നമ്മളിവിടെ ലെവറേജ് എത്രയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് 10:1 ആണ് അല്ലേ. അപ്പോൾ ഒരു ടോക്കൺ ഒരു ബിറ്റ് കോയിൻ മേടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ 10% ക്യാഷ് എങ്കിലും വേണം. സോ ഒരു ബിറ്റ് കോയിൻ്റെ വാല്യൂ എത്രയാണ് $63,442 ആണ്. സോ അതിൻ്റെ 10-1 $6,343 നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബിറ്റ് കോയിൻ മേടിക്കാൻ സാധിക്കും. ബാക്കി 90% ക്യാഷ് നമ്മുടെ ബ്രോക്കർ നമുക്ക് കടം തരും. അപ്പോൾ നമ്മളിവിടെ 0.01 ബിറ്റ് കോയിൻ എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്തോ നമുക്കിവിടെ കാണാൻ സാധിക്കും ബൈ ചെയ്യാനുള്ള ഓപ്ഷൻ എനേബിൾ ആയി വന്നു അല്ലെ. അതായത് ഈ 0.01 ബിറ്റ് കോയിൻ മേടിക്കാനുള്ള മാർജിൻ ആകെ $63 മാത്രം മതി. സോ 0.01 ബിറ്റ് കോയിൻ എന്ന് പറയുന്നത് എത്രയാണ് $634 ബിറ്റ് കോയിൻ. സോ $634 വർത്ത് ഓഫ് ബിറ്റ് കോയിൻ നമുക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്ക് $63 മാത്രം നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടായാൽ മതി. അതായത് 10:1 ലെവറേജിൽ. ഇനി ഇത് 10:1 ലെവറേജ് നമ്മൾ മാറ്റുകയാണ് എന്നുണ്ടെങ്കിലോ, ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കിവിടെ ലെവറേജ് നമുക്ക് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഇതിപ്പോൾ 20:1 ഇപ്പോൾ ഇതിൽ ഡബിൾ ആക്കിയെന്ന് വിചാരിക്കുക. അപ്പോൾ 20:1 ആക്കി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മാർജിൻ ക്യാഷ് അതിലും കുറവായിട്ടുണ്ടാവും. കണ്ടില്ലേ, 0.01 ബിറ്റ് കോയിൻ $634 ബിറ്റ് കോയിൻ മേടിക്കാൻ നമുക്ക് ആകെ $31 മാത്രമാണ് ചിലവുള്ളൂ. ഇത് കൂട്ടുന്നതിനനുസരിച്ചിട്ട് ലെവറേജ് കൂട്ടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് കുറച്ച് ക്യാഷ് മതി. പക്ഷേ ലെവറേജ് കൂട്ടുന്നതിനനുസരിച്ചിട്ട് എന്താണ് അവിടെ റിസ്ക്കും കൂടുതലാണ്, റിവാർഡും കൂടുതലാണ്. അപ്പോൾ ഒരു ഐഡിയൽ ആയിട്ടുള്ള ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു 10:1 ലെവറേജ് അല്ലെങ്കിൽ മാക്സിമം ഒരു 10:1 ലെവറേജ് അല്ലെങ്കിൽ ഒരു 5:1 ലെവറേജ് ആണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഇപ്പോൾ 5:1 ലെവറേജ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ 20% ക്യാപിറ്റലാണ് നമുക്ക് വേണ്ടത്. സോ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ എമൗണ്ട് മാർജിൻ മണി നമുക്ക് കൂടുതൽ വേണം. ഓക്കെ, 0.01 ബിറ്റ് കോയിൻ മേടിക്കണം എന്നുണ്ടെങ്കിൽ $126 വേണം. സോ ഞാനതിന് വീണ്ടും 10:1 തന്നെ ആക്കുന്നുണ്ട്. സോ നമുക്ക് 10:1 ലെവറേജിൽ എത്രമാത്രം ക്വാണ്ടിറ്റി നമുക്ക് മേടിക്കാൻ പറ്റും എന്ന് നമുക്കൊന്ന് നോക്കാം. അതിനനുസരിച്ച് നമുക്കൊരു ഓർഡർ പ്ലേസ് ചെയ്യാം. ഓക്കെ, സോ 10:1 ലെവറേജ് ആക്കുന്ന സമയത്ത് നമുക്ക് 0.01 ബിറ്റ് കോയിൻ മേടിക്കാൻ $63. സോ നമുക്ക് 0.04 ബിറ്റ് കോയിൻ മേടിക്കണമെന്നുണ്ടെങ്കിൽ $254 വേണം. 0.06 ബിറ്റ് കോയിൻ ആണെന്നുണ്ടെങ്കിൽ $380 ആണ് മാർജിൻ വേണ്ടത്. ഓക്കെ, സോ 0.06 ബിറ്റ് കോയിൻ എന്ന് പറയുന്നത് എത്രയാണ് ഇന്നത്തെ കറൻറ്റ് മാർക്കറ്റ് വാല്യൂവിൽ $3,804 ബിറ്റ് കോയിൻ ആണ്. അപ്പോൾ $3,804 വർത്ത് ഓഫ് ബിറ്റ് കോയിൻ ആണ് ഞാൻ $380 മാത്രം മാർജിൻ യൂസ് ചെയ്തിട്ട് വാങ്ങിക്കുന്നത്. സോ നിങ്ങൾക്കിവിടെ തൊട്ട് താഴെ കാണാൻ സാധിക്കും 95% അക്കൗണ്ടിൽ ബാലൻസ് ഉള്ള, അതായത് $400 95% ഞാനിവിടെ മാർജിൻ യൂസ് ചെയ്യുന്നുണ്ട്. സോ നമ്മളിവിടെ ഓർഡർ പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ $63,487 എന്നുള്ള ഈ ഒരു പ്രൈസിൽ ഓർഡർ എക്സിക്യൂട്ട് ആകും. സോ ഞാനിവിടെ ഓർഡർ പ്ലേസ് ചെയ്യുന്നുണ്ട്. സോ പ്ലേസ് ഓർഡർ കൊടുത്താൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും യു ഹാവ് ബോട്ട് 0.06 ബിറ്റ് കോയിൻ. സോ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. സോ ഓർഡർ പ്ലേസ് ആയ സമയം മുതൽ തന്നെ നിങ്ങൾക്കിവിടെ ഈ ഒരു ചാർട്ടിൽ തന്നെ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എല്ലാം നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. സോ ഞാൻ എൻ്റെ ഓർഡർ എക്സിക്യൂട്ട് ആയതിനു ശേഷം പ്രൈസ് ബിറ്റ് കോയിൻ്റെ പ്രൈസ് കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ചിട്ട് അതിൻ്റെ പ്രോഫിറ്റും ലോസും ഇവിടെ മാറുന്നത് നിങ്ങൾക്ക് കാണാനും സാധിക്കും. സോ ഇവിടെ $2.63 ഇപ്പോൾ ലോസിലാണ് ഉള്ളത്. സോ ഈ മാർക്കറ്റ്സിൻ്റെ തൊട്ട് താഴെയുള്ള ഈ പോർട്ട്ഫോളിയോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ പൊസിഷൻ, അതായത് BTC USD എന്നുള്ള ഈ ഒരു പെയറിലുള്ള എൻ്റെ ഓപ്പൺ പൊസിഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാനും സാധിക്കും. ഓക്കെ, സോ ഞാൻ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാനും സാധിക്കും. സോ ടോട്ടൽ വാങ്ങിച്ചിരിക്കുന്നത് 0.06 ബിറ്റ് കോയിൻ ആണ്. അതായത് ഡയറക്ഷൻ എന്ന് പറയുന്നത് ബൈ ആണ്. ബൈ എന്ന് പറയുമ്പോൾ നമ്മൾ ബിറ്റ് കോയിൻ്റെ പ്രൈസ് കൂടും എന്നുള്ള എക്സ്പെക്ട് ചെയ്തിട്ടാണ് നമ്മൾ വാടിച്ചിരിക്കുന്നത്. സോ ഓപ്പൺ പ്രൈസ് എന്ന് പറയുന്നത് 63,487
$63,487. ഈ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു $63,487. കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത് $63,443. സോ അതിൻ്റെ ഡിഫറൻസ് ആണ് ഇവിടെ P&L എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ്. സോ ഇപ്പോൾ ഈ ഒരു പൊസിഷനിൽ എൻ്റെ ലോസ് എന്ന് പറയുന്നത് $2.63 ആണ്. സോ ഇതാണ്. അപ്പോൾ നമ്മളൊരു ഓർഡർ സക്സസ്ഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തു അല്ലേ. അപ്പോൾ ഇതിന് പ്രോഫിറ്റ് ലാവുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ ക്ലോസ് കൊടുത്താൽ ആ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് എനിക്ക് പ്രോഫിറ്റ് റിയലൈസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ. സോ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ബിറ്റ്കോയിൻ്റെ പ്രൈസ് കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ചിട്ട് എൻ്റെ പ്രോഫിറ്റ് ലോസ് ഇവിടെ കൂടിയും കുറഞ്ഞും ഇരിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. സോ ഒരു 5 സെക്കൻഡ് മുന്നേ ഇത് ലോസിലായിരുന്നു, $2 $1.5 ലോസിലായിരുന്നു. സോ ഇപ്പോൾ $1 22 സെൻറ്റ് പ്രോഫിറ്റിലാണ്. സോ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു ട്രേഡ് ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ $1 പ്രോഫിറ്റ് കിട്ടും. സോ ഞാനിവിടെ എനിക്ക് ഈ ചാർട്ടിൽ തന്നെ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു പോർട്ട്ഫോളിയോയിൽ പോയിട്ട് എനിക്ക് ഈ ഒരു ക്ലോസ് ട്രേഡ് കൊടുത്താൽ ഈ ഒരു പ്രോഫിറ്റ് എനിക്ക് കിട്ടും. സോ ഞാനിവിടെ ജസ്റ്റ് ക്ലോസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ക്ലോസ് ചെയ്തപ്പം അതായത് യു ക്ലോസ് ദ ട്രേഡ് ഫോർ $0.80. ഓക്കെ. സോ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ എൻ്റെ റിയൽ അക്കൗണ്ടിൽ എൻ്റെ ബാലൻസ് എത്രയായി? $400.80 ആയി. സോ സ്റ്റാർട്ടിങ്ങിൽ $400 ആയിരുന്നു, ഇപ്പോൾ ഏകദേശം $1.80 ഞാൻ പ്രോഫിറ്റ് ആയിട്ട് ഉണ്ടാക്കി. സോ എങ്ങനെയാണ് ഒരു ഓർഡർ പ്ലേസ് ചെയ്യുക എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതേ കാര്യങ്ങൾ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെമോ അക്കൗണ്ടിലും ട്രേഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. സോ ഞാൻ എൻ്റെ റിയൽ അക്കൗണ്ടിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്ത് കാരണം കൊണ്ടാണ് ഞാൻ ഈ ഒരു റിയൽ അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു റിയൽ അക്കൗണ്ടിൽ നിന്ന് ഡെമോ അക്കൗണ്ടിലോട്ട് സ്വിച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഡെമോ അക്കൗണ്ടിൽ ഈ ട്രേഡ് എല്ലാം എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ. സോ ഡെമോ അക്കൗണ്ടിൽ ബൈ ഡിഫോൾട്ട് $10,000 ബാലൻസ് ഉണ്ടാവും. സോ നമുക്ക് കുറച്ചും കൂടെ വലിയ എമൗണ്ട് നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും. സോ നമുക്ക് കാണാൻ സാധിക്കും ഒരു ടോക്കൺ, അതായത് ഒരു ബിറ്റ്കോയിൻ മേടിക്കാൻ നമുക്ക് $6,359 മാർജിൻ മതി. സോ നമ്മളിവിടെ ബൈ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറന്റ് മാർക്കറ്റ് പ്രൈസിന് ഒരു ബിറ്റ്കോയിൻ വാങ്ങിക്കും. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ 1-2 അഡീഷണൽ ഓപ്ഷൻസും കൂടി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. സോ ആദ്യത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ബൈ വെൻ പ്രൈസ് ഈസ് എന്നുള്ളൊരു ഓപ്ഷൻ, അത് എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും. അപ്പോൾ എന്തിനാണ് ഈ ഓപ്ഷൻ എന്ന് വെച്ച് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇപ്പോൾ നിലവിലെ കറന്റ് മാർക്കറ്റ് പ്രൈസ് $63,557 ആണ് അല്ലേ. അപ്പോൾ ഇമാജിൻ നമ്മൾ പറയുകയാണ് ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഒരു $63,500 എത്തുന്ന സമയത്ത് ബൈ ചെയ്താൽ മതി എന്നുള്ള ഒരു കണ്ടീഷൻ നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ലിമിറ്റ് പ്രൈസ് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 63,500 ടൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൈസിലോട്ട് എത്തുന്ന സമയത്ത് ഈ ഒരു ഓർഡർ ഓട്ടോമാറ്റിക്കലി ട്രിഗർ ആവും. ഓക്കെ. സോ നമ്മളിവിടെ പ്ലേസ് ഓർഡർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ $63,500 എത്തുന്ന സമയത്ത് ഈ ഒരു ഓർഡർ ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ട് ആവും. ഇതൊരു ലിമിറ്റ് ഓർഡറാണ്, മാർക്കറ്റ് ഓർഡർ അല്ല. ഓക്കെ. സോ നിങ്ങൾക്കിവിടെ ഈ ഒരു പോർട്ട്ഫോളിയോയിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെൻഡിങ് ഓർഡേഴ്സിൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും $63,500 എന്നുള്ളത്. സോ ഇപ്പോൾ ഒരു ബിറ്റ്കോയിൻ്റെ പ്രൈസ് $63,593 ആണ്. $63,500 എത്തുന്ന സമയത്ത് ഈ ഒരു ഓർഡർ ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ട് ആവും. ഓക്കെ. സോ ഞാനതിവിടെ ക്യാൻസൽ ചെയ്യുന്നുണ്ട്. ഓക്കെ. അതേപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെ വേറൊരു ഓപ്ഷനും കൂടി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, TPSL. TP എന്ന് പറഞ്ഞാൽ ടേക്ക് പ്രോഫിറ്റ്, SL എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. സോ നിങ്ങൾ ആ ഒരു ഓപ്ഷൻ ഇവിടെ എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണിക്കും, അതായത് പ്രൈസ്, അതായത് ടേക്ക് പ്രോഫിറ്റ് ലെവൽ, അതേപോലെ തന്നെ സ്റ്റോപ്പ് ലോസ്. ഇപ്പോൾ നമ്മൾ പറയുകയാണ് ഓക്കെ, ഇപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ ബിറ്റ്കോയിൻ്റെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് $63,559 ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു പ്രൈസിൽ നമ്മൾ വാങ്ങിക്കുന്നു, ബിറ്റ്കോയിൻ്റെ പ്രൈസ് കൂടും എന്നുള്ളതാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസിൽ നിന്നും $64,000 എത്തുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് സെല്ല് ചെയ്യണം എന്നുള്ളൊരു കണ്ടീഷൻ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ താഴോട്ട് പോകുകയാണെന്നുണ്ടെങ്കിലും ഒരുപാട് ലോസ് എനിക്ക് വരുന്നതിന് മുന്നേ അത് സെല്ല് ചെയ്ത് ഒഴിവാക്കി ലോസ്, ഒരു മിനിമം ലോസ് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ സ്റ്റോപ്പ് ലോസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. സോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ $64,000 എന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് ആണെന്നുണ്ടെങ്കിൽ 63,539 താഴെ ആയിരിക്കണം സ്റ്റോപ്പ് ലോസ്. സോ ഞാനിവിടെ 63,000 എന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. സോ ഞാനിവിടെ ഓർഡർ പ്ലേസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറൻറ്റ് മാർക്കറ്റ് പ്രൈസിന് ഈ ഒരു ഓർഡർ എക്സിക്യൂട്ട് ആവും. സോ ഞാനിവിടെ പ്ലേസ് ഓർഡർ കൊടുത്താൽ, സോ ഒരു ബിറ്റ്കോയിൻ
ഞാൻ 63,000 സോ പൊസിഷൻസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഒരു ബിറ്റ് കോയിൻ ആണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. 63,579 ഡോളറിനാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇപ്പം നിലവിലുള്ള കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് 63,560 ഡോളറാണ്. നമ്മുടെ P&L എന്ന് പറയുന്നത് $13 ഇപ്പോൾ ലോസിലാണ്. ഓക്കെ, നിങ്ങൾക്കിവിടെ ചാർട്ടിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. അതായത് ഈ ഒരു പ്രൈസിനാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. $64,000 എത്തിയാൽ ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഓർഡർ എക്സിക്യൂട്ട് ആവുകയും നമ്മുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. ഓക്കെ, സോ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും $420 പ്രോഫിറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൈസിൽ 10x ലെവറേജിൽ വാങ്ങിച്ചു. ബിറ്റ് കോയിൻ്റെ പ്രൈസ് $64,000 എത്തിയാൽ നമുക്ക് $420 പ്രോഫിറ്റ് കിട്ടും. ഇനി ഇൻ കേസ് താഴോട്ട് പോയാലോ, $63,000 എത്തി എന്ന് വെച്ചാൽ ഈ ഓർഡർ ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ട് ആയിട്ട് സെല്ല് ചെയ്ത് പോവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് $579 ലോസ് ആയിരിക്കും ആവുക. ഓക്കെ, അപ്പോൾ ഇതേപോലെ നമുക്ക് ഇപ്പോൾ നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്തു, അതിനുശേഷം നമ്മൾ 24 മണിക്കൂർ ഈ ഒരു ചാർട്ടിൽ നോക്കി ഇരിക്കേണ്ട ആവശ്യം നമുക്കില്ല. ഓക്കെ, നമുക്കിത് ഓട്ടോമാറ്റിക്കലി നമുക്ക് സ്റ്റോപ്പ് ലോസ് ആണെന്നുണ്ടെങ്കിലും ടാർഗറ്റ് പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഇതേപോലെ സെറ്റ് ചെയ്തിട്ട് നമുക്കിത് ക്ലോസ് ചെയ്ത് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി പ്രോഫിറ്റ് ആവുന്ന സമയത്ത് ആ ഒരു ഓർഡർ എക്സിക്യൂട്ട് ആവുകയും ആ ഒരു പ്രോഫിറ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, സോ ഇപ്പോൾ ഈ പ്രോഫിറ്റിലോട്ടും ലോസിലോട്ടൊക്കെ ആവുന്നത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും ബിറ്റ് കോയിൻ്റെ പ്രൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ പ്രോഫിറ്റ് കൂടുന്നതും കുറയുന്നതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. സോ നമ്മൾ ഈ ബിറ്റ് കോയിൻ്റെ പ്രൈസ് $64,000 എത്തിയാൽ ഇത് ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഓർഡർ എക്സിക്യൂട്ട് ആവുകയും നമുക്ക് $420 പ്രോഫിറ്റ് കിട്ടുകയും ചെയ്യും. ഇനിയിപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് താഴോട്ടാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ $63,000 എത്തിയാൽ നമ്മുടെ ലോസ് മിനിമൈസ് ചെയ്തിട്ട് $579 ലോസ് ബുക്ക് ചെയ്തിട്ട് ആ ഒരു ട്രേഡ് ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, സോ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ ഈ ഒരു ട്രേഡ് $54 പ്രോഫിറ്റിലുണ്ട്. സോ നമ്മൾ ഒരു ബിറ്റ് കോയിൻ $63,000 ഒരു ബിറ്റ് കോയിൻ നമ്മൾ വാങ്ങിച്ചത് കാരണം കൊണ്ടാണ് ഈ ഒരു പ്രോഫിറ്റും ലോസൊക്കെ പെട്ടെന്ന് മാറുന്നത്. ഓക്കെ, സോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രേഡ് ഇവിടെ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ $57 നമുക്കിപ്പോൾ പ്രോഫിറ്റായിട്ട് കിട്ടും. സോ ക്ലോസ് പൊസിഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. എൻ്റെ $10,000 ആയിരുന്നു നമ്മൾ ഇനീഷ്യലി ബാലൻസ് ഉണ്ടായിരുന്നത്, അതിപ്പോൾ $10,058 എത്തി അല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ എല്ലാവർക്കും XM ഉപയോഗിച്ചിട്ട് ലെവറേജിലൂടെ എങ്ങനെ ബിറ്റ് കോയിൻ വാങ്ങിക്കാം, എങ്ങനെ ലെവറേജ് സെറ്റ് ചെയ്യാം, എന്താണ് ലിമിറ്റ് ഓർഡർ, അതേപോലെ തന്നെ നമുക്ക് എങ്ങനെ മാർക്കറ്റ് ഓർഡർ യൂസ് ചെയ്യാം, അതേപോലെ തന്നെ ടേക്ക് പ്രോഫിറ്റ്, സ്റ്റോപ്പ് ലോസ്, അത്തരത്തിലുള്ള ഓപ്ഷൻസൊക്കെ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള കാര്യമൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിന് മുന്നേ നിങ്ങൾ മാക്സിമം ഈ ഒരു ഡെമോ അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള മൾട്ടിപ്പിൾ ബൈ ഓർഡേഴ്സ് പ്ലേസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ സ്വയം പഠിക്കാൻ ശ്രമിക്കുക. ചെറിയ എമൗണ്ടും വലിയ എമൗണ്ടൊക്കെ മാറ്റി പല ടൈപ്പ് ഓർഡറുകൾ എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കുക. ബിറ്റ് കോയിൻ്റെ പ്രൈസ് കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ പ്രോഫിറ്റിലും ലോസിലൊക്കെ അത് ഇമ്പാക്റ്റ് ആവുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം എല്ലാവരും പ്രാക്ടിക്കലി ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. അതിനുശേഷം മാത്രം റിയൽ ആയിട്ടുള്ള ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നമുക്ക് ട്രേഡിങ്ങും കാര്യങ്ങളെല്ലാം തുടങ്ങാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇൻഫർമേറ്റീവ് ആയി എന്ന് വിശ്വസിക്കുന്നു. ഇൻഫർമേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ഒരു വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ഇപ്പോഴും XML ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള, അതേപോലെ തന്നെ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുള്ള കമൻറ്റിലുള്ള ലിങ്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. KYC കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്യുക. അതേപോലെ തന്നെ KYC നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് $50 നിങ്ങൾക്ക് XM ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആദ്യത്തെ ഡെപ്പോസിറ്റ് നിങ്ങൾക്ക് 100% ഡെപ്പോസിറ്റ് ബോണസും കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഓഫേഴ്സ് എല്ലാം മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇൻഫർമേറ്റീവ് ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.